ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. ഐക്യരാഷ്ട്ര സംഘടനയും ഇന്റർനാഷണൽ ഓർഗനൈസേഷനും 2002 ലോക ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത്. മികച്ച ജീവിത സാഹചര്യത്തിൽ വളരാൻ ഓരോ കുട്ടികൾക്കും അവസരം ഒരുക്കലാണ് ഈ ദിനത്തിന്റെ സന്ദേശം. നിയമം ബാലവേല നിരോധിച്ചിട്ടുണ്ടെങ്കിലും പല കുട്ടികളും ഇന്ന് തെരുവുകളിലും ഹോട്ടലുകളിലും കെട്ടിട നിർമ്മാണ മേഖലകളിലടക്കം പണിയെടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. അവർ വിയർപ്പൊഴുക്കുന്നുണ്ട്. राकेश और कितने साल के हो? 12 साल के। स्कूल जाते हो? സാമൂഹികവും സാമ്പത്തികവുമായ ചില സാഹചര്യങ്ങളാണ് ഓരോ കുട്ടികളെയും കായികാധ്വാനത്തിന്റെ തീച്ചൂളയിലേക്ക് തള്ളിവിടുന്നത്. അത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും കുട്ടികൾ നേരിടുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ ദിനത്തിന്. ഒക്ടോബർ 10 ബാലവേല നിരോധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. 2025 ആകുമ്പോഴേക്കും 14 കോടി കുട്ടികൾ ബാലവേലയിലേക്ക് എടുത്തെറിയപ്പെടുമെന്ന കണക്ക് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന പുറത്തുവിടുന്നുണ്ട്. ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 45 പ്രകാരം 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കണമെന്നാണ്. ഇതുകൂടാതെ ആർട്ടിക്കിൾ 24 കുട്ടികളെ നിർബന്ധിത ബാലവേലയ്ക്ക് ഇരയാക്കരുതെന്നുമുണ്ട്. എന്നാൽ ദാരിദ്ര്യവും ചില സാമൂഹിക പശ്ചാത്തലങ്ങളും അവരുടെ കുരുന്നു ബാല്യത്തെ നശിപ്പിക്കുന്നുണ്ട്. ചിലരെ കഷ്ടപ്പാടിന്റെ തീച്ചൂളയിൽ തള്ളിയിടുകയാണ്. ഒരു ബാലവേല വിരുദ്ധ ദിനം കൂടി കടന്നു പോകുമ്പോൾ ഇനിയൊരു കുട്ടി പോലും ബാലവേലയിൽ അകപ്പെടരുതെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വർഷ വിജയൻ, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.